നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1ന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പൊ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ റേഡിയോയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നതെന്നും ഒരു ഓൾ ഇന്ത്യ റേഡിയോയുടെ ബ്രീഫും ഒക്കെയാണ് നോക്കിയത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് സൗണ്ട് എഫക്ട്സിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പൊ സൗണ്ട് എഫക്ട്സ് ഞാൻ ഓൾറെഡി ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് സൗണ്ട് എഫക്ട്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ റേഡിയോ പ്രൊഡക്ഷന്റെ കേസ് വരുമ്പോൾ ഇപ്പൊ ന്യൂസ് ആണെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്തൊരു മെസ്സേജ് കൺവേ ചെയ്യാനാണെങ്കിൽ പോലും റേഡിയോ പ്രൊഡക്ഷന്റെ കേസിൽ ഏറ്റവും കോർ ആയിട്ടുള്ളൊരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് സൗണ്ടിന് തന്നെയാണ്. അപ്പൊ ഒരു മൂഡ് സെറ്റ് ചെയ്യാനും അറ്റ്മോസ്ഫിയർ എഫക്ട് കൊണ്ടുവരാനും റിയലിസം കൊണ്ടുവരാനും ഒക്കെ തന്നെ ആ ഒരു പ്രോഗ്രാമിന് ഇപ്പൊ ഫാമേഴ്സിന്റെ പ്രോഗ്രാം ആണെങ്കിൽ അത് വലൈറ്റായിട്ടുള്ളൊരു മൈൽഡ് ആയിട്ടുള്ളൊരു മെലോഡിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡിനെ കുറിച്ച് പറയുമ്പോൾ വാട്ടർ ഡ്രോപ്പിന്റെ സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബുക്ക് മറിക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലൈബ്രറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബുക്ക് മറിക്കുന്ന സൗണ്ടുകൾ. അപ്പം ആ ഏതാണോ ആ ഒരു കണ്ടന്റ് ആ കണ്ടന്റുമായിട്ട് അനുയോജ്യമായിട്ടുള്ള സൗണ്ട് കൊടുക്കുന്നത് അത്രത്തോളം ഒറിജിനാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലൂടെ എന്താണ് ലിസണേഴ്സിന് വിഷ്വലൈസ് ചെയ്യാനും അവരുടെ ക്രിയേറ്റിവിറ്റിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനും സെറ്റിംഗ്സിനെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാർ എഞ്ചിന്റെ സൗണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ന്യൂസിനെ കുറിച്ച് പറയുമ്പോൾ മാർക്കറ്റിന്റെ സൗണ്ടും ക്രൗഡ് നോയിസും ഒക്കെ കേൾപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിയലിസം ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനിലൂടെ കൂടി ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ എൻഹാൻസ് ചെയ്യിപ്പിക്കാനും ആ ഒരു നരേഷനും ഡയലോഗിനും അപ്പുറം നമുക്കൊരു ഫീൽ കിട്ടാനും പറ്റും. ഞാൻ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ റേഡിയോ ഡ്രാമാസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് സ്റ്റോറി ടെല്ലിങ്ങിലൊക്കെ കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സൗണ്ട് എഫക്ട്സ് മെയിൻലി രണ്ട് മെയിൻ ടൈപ്സ് ആണ് റേഡിയോ പ്രോഗ്രാമിലുള്ളത്, നാച്ചുറൽ സൗണ്ടും ആർട്ടിഫിഷ്യൽ സൗണ്ടും. നാച്ചുറൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന സൗണ്ടുകൾ, പ്രത്യേകിച്ച് ഔട്ട്ഡോർ ആയിട്ടുള്ള റെക്കോർഡിങ്സ് വരുന്ന സിറ്റുവേഷനിനകത്ത് നമ്മളിപ്പോ നേച്ചർ ട്രാവൽ ഒക്കെ പറയുന്ന സമയത്ത് വിൻഡിന്റെ സൗണ്ടും മഴയുടെ സൗണ്ട് ബേർഡിന്റെ ചെർപ്പിംഗ് സൗണ്ടും സ്ട്രീറ്റിന്റെ വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒതന്റിസിറ്റി ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സസിനെ നമുക്ക് എടുത്തു കളയാനും പറ്റും. അൺവാണ്ടഡ് നോയ്സസിനെ എടുത്തു കളയേണ്ട മെയിൻ കാര്യം എന്താണ്? കാരണം ആ റെക്കോർഡിംഗ് ക്വാളിറ്റി കുറയ്ക്കും. അപ്പം ക്വാളിറ്റിയെ നമ്മൾ നോക്കണം, അതിനോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മൈക്രോഫോൺസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മിനിമൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് മാക്സിമം സൗണ്ട് ക്ലാരിറ്റിയോട് കൂടി നമുക്ക് എടുക്കാൻ പറ്റും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കും. സ്റ്റുഡിയോ, എല്ലാത്തിനും ഒരു സ്റ്റുഡിയോ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ടി വി ആണെങ്കിലും പ്രിന്റ് ആണെങ്കിലും എല്ലാത്തിനും സ്റ്റുഡിയോ ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഓഡിയോ ക്ലിപ്സിൽ പ്രീ റെക്കോർഡായിട്ട് സൂക്ഷിച്ചു വെക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് കാണിക്കുകയാണ്, ചായയുടെ പരസ്യത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പം കപ്പാൻ സോസന്റെ ഒക്കെ ക്ലിങ്കിങ് സൗണ്ട് ഒക്കെ കേൾപ്പിക്കുക. അപ്പം കുറച്ചുകൂടെ റിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ട് ഫോംസ് ഓഫ് സൗണ്ട് എഫക്ട്സ് ആണ് നമുക്കുള്ളത്, നാച്ചുറൽ സൗണ്ടും രണ്ടാമത്തെ എന്താണ് റെക്കോർഡഡ് സൗണ്ട് എഫക്ട്സും ഉണ്ട്. നാച്ചുറൽ സൗണ്ട് എപ്പോഴാണ് വരുന്നത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന്റെ സമയത്തായിരിക്കും നമ്മൾ ആപ്റ്റ് ആയിട്ട് വരിക. ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റുഡിയോസ് ഒക്കെ തന്നെ എന്താണ്, ഭയങ്കര പണ്ട് കാലങ്ങളിൽ ട്രഡീഷണൽ സ്റ്റുഡിയോസിലെല്ലാം തന്നെ സൗണ്ട് റൂമുകൾ ഉണ്ടായിരുന്നു. അതായത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഓഡിയോസ് സൂക്ഷിച്ചു വെക്കാനും റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ട്രഡീഷണൽ സ്റ്റുഡിയോസ് എവിടെ ഉണ്ടായിരുന്നു? പണ്ട് കാലങ്ങളിൽ റേഡിയോ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് എന്താണ് എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് ഡിജിറ്റൽ, പണ്ട് നമുക്കിപ്പോൾ ഗൂഗിളിൽ കയറി ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഏതിന്റെയും സൗണ്ട് എഫക്ട്സ് നമുക്ക് കിട്ടും അല്ലെ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കുന്നത് കൊണ്ട് തന്നെയും ഈ പഴയ പോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൽ കുറവാണ്. കാരണം നമുക്ക് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് ഓൺലൈനിലൂടെ പല സൗണ്ട് എഫക്ട്സും കിട്ടും. ഓക്കെ, ഇനി സൗണ്ട് എഫക്ട്സ് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു എഫക്റ്റിനെ സൗണ്ട് എഫക്ട്സ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്നാ പറഞ്ഞേ? റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റിക്കും ഇമാജിനേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗണ്ട് അല്ലെങ്കിൽ ഈ പ്രീ റെക്കോർഡിംഗ് ആയിട്ടുള്ള സൗണ്ടിനെ മൂന്നായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്ന് മെയിൻ ടൈപ്സ് ആണ്, മൂന്ന് മെയിൻ പർപ്പസസ് ആണ് ഉള്ളത്. ഒന്ന് ആംബിയൻസ്, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എഫക്ട്സ്, ക്രൗഡ്സ്. ഈ മൂന്ന് കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടാണ് സൗണ്ട് എഫക്ട്സ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഒന്നാമത്തെ ആംബിയൻസ്. എന്താണ് ആംബിയൻസ്? നമ്മൾ ഒരു കഥയെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും പ്ലേസും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് എവിടെ നടക്കുന്നു, ഇതിന്റെ സ്ഥലം എവിടെയാണെന്ന് ഓഡിയൻസിനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൗണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ രാവിലെ ബേർഡിന്റെ സൗണ്ട്, ക്രിക്കറ്റ്സിന്റെ സൗണ്ട്. ക്രിക്കറ്റ്സ് മീൻസ് എ സ്മോൾ ബേർഡ് ആണ്. അല്ലെങ്കിൽ സിറ്റിയുടെ ഒരു മെലോഡിയസ് ഹമ്മിങ് സൗണ്ട് ഒക്കെ.
അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിറ്റിന് ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോണിംഗ് സൗണ്ടും ആംബുലൻസിന്റെ സൗണ്ടും ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പം ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൗണ്ട് എഫക്ട്സ് കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എഫക്ട്സ്. ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിനെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷനകത്ത് ആ ഒരു ആക്ഷനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സ്പോട്ട് എഫക്ട്സ്. ഫോർ എക്സാമ്പിൾ ഒരു മീറ്റിങ്ങിനിടയിൽ നമ്മൾ കഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്റിംഗ് എഴുതുന്ന സൗണ്ട് കാണിക്കാൻ, അല്ലെങ്കിൽ പേപ്പറിന് റസ്ലിംഗ് സൗണ്ട്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി, അതായത് ആ ഒരു ആക്ഷനെ ഓവർ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പഠിക്കുന്ന കാര്യമാണ് പറയുന്നത്, നമ്മുടെ ഡ്രാമയ്ക്കകത്ത് ഒരു കുട്ടി പഠിക്കുന്ന സീനാണ്. അപ്പൊ എന്താണ് ആ ഒരു പേന വെച്ച് എഴുതുന്ന സൗണ്ടോ അല്ലെങ്കിൽ എന്താണ് ബുക്ക് മറിക്കുന്ന സൗണ്ടോ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പഠിക്കുക എന്ന് പറയുന്ന ആക്ഷനെ എന്ത് ചെയ്യാൻ വേണ്ടി, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എഫക്ട്സ്. മൂന്നാമത് ക്രൗഡ് ആണ്. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് കൺവേ ചെയ്യാനൊന്നും അല്ല. പ്രത്യേകിച്ച് ഇപ്പൊ പറയുമ്പോൾ ഒരു മാർക്കറ്റിന്റെ കാര്യം അല്ലെങ്കിൽ വെഡിങ്ങിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ അകത്തൊക്കെ തന്നെ ആ ഒരു ഒതന്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ക്രൗഡിന്റെ വലിയ ബഹളമൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാറുണ്ട്. സോ 3 കേസ് ഉണ്ട്. ഒന്ന് ആംബിയൻസ്, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എഫക്റ്റ്, ക്രൗഡ്സ്. ഇനി മ്യൂസിക് എങ്ങനെയാണ് നമ്മൾ റേഡിയോ പ്രോഗ്രാംസിൽ കൊടുക്കുന്നത്? മ്യൂസിക് എന്ന് പറഞ്ഞ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗിൽ അതിപ്പോൾ ന്യൂസ് ആണെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ 30% സ്പോക്കൺ കണ്ടന്റ് ആണെങ്കിൽ ബാക്കി 70% നമ്മൾ മ്യൂസിക് ആണ് കൊടുക്കുന്നത്. അതിനാണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റേഡിയോ ആണെങ്കിൽ പലതരത്തിലുള്ള ഫിലിം സോങ്സ് കൊടുക്കുന്നുണ്ട്, ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ, ഇൻസ്ട്രുമെന്റൽ. അപ്പം പണ്ട് കാലങ്ങളിൽ ന്യൂസ് കുറച്ച് സമയം മാത്രമേ ഉള്ളായിരുന്നു, ബാക്കി എല്ലാ സമയവും പാട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ FM റേഡിയോസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ന്യൂസും അല്ലെങ്കിൽ ഫോൺ ടു ഫോൺ പ്രോഗ്രാംസ് ഒക്കെ കുറവാണ് അല്ലെ. മ്യൂസിക് ആണ് കൂടുതൽ സമയമുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മ്യൂസിക് ആയിരിക്കും റേഡിയോ പ്രോഗ്രാമിൽ. ഇനി ഷോർട്ട് ആയിട്ടുള്ള മ്യൂസിക്കൽ പീസസ് എന്ന് പറഞ്ഞ ഒരു സിഗ്നേച്ചർ എലമെന്റ് കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ എടുക്കുവാണെങ്കിൽ ഐക്കോണിക് ആയിട്ടുള്ളതാണ് രാഗ് ശിവാഞ്ജനിയുടെ ആ ഒരു ട്യൂൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ട്യൂൺസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ആ ഒരു ചാനൽ എന്ത് ചെയ്യും, ഒരു ഡിസ്റ്റിൻറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ കൊടുക്കുകയും ഒരു ലിസണേഴ്സിന്റെ അറ്റൻഷൻ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാനും പറ്റും. പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ ക്വാളിറ്റിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്മൂത്ത് ഒരു ഫ്ലോ നമുക്ക് കിട്ടും. ഒരു മൊണോട്ടണമി, അതായത് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ആ ഒരു മൊണോട്ടമിനെ ബ്രേക്ക് ചെയ്യാനും ആൾക്കാർക്ക് കുറച്ചുകൂടെ എൻജോയ്മെന്റ് വരാനും പറ്റും. മാത്രമല്ല മ്യൂസിക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പല ഇമോഷൻസിനെ ആയിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. സാഡ്നെസ്സും ജോയും ടെൻഷനും ഒക്കെ തന്നെ ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിലൂടെ ലൊക്കേഷൻ, സീന്, ആ ഒരു ഇവന്റ് എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുന്നു, ആംബിയൻസ്, ആക്ഷൻസ്, മൂവ്മെന്റ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റാറുണ്ട്. ഇനി സ്ക്രിപ്റ്റിന്റെ റോൾ എന്താണ്? ഒരു റേഡിയോ പ്രോഗ്രാമിന്റെ കേസ് വരുമ്പോൾ എന്താണ് ഒരു സ്ക്രിപ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്? റേഡിയോയുടെ നമ്മൾ പ്രസന്റേഷൻ പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്മൂത്ത് ആൻഡ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടും ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്കൊരു സ്ക്രിപ്റ്റിന് അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആങ്കേഴ്സ് ആണെങ്കിലും RJs ആണെങ്കിലും പ്രസന്റേഴ്സ് ആണെങ്കിൽ തന്നെ ടൈം എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനും എന്തെങ്ങനെ പറയണം എന്നുള്ളൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ എന്ത് വേണം, ഒരു സ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. പ്രോഗ്രാംസ് ഇപ്പം ചിലതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഇപ്പൊ ന്യൂസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണല്ലേ. പക്ഷെ ചില സമയത്ത് സെമി സ്ക്രിപ്റ്റഡ് വരും. ഇന്റർവ്യൂസും ഫോൺ കോൺവെർസേഷൻ ഒക്കെ വരുമ്പോൾ സെമി സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവണം. ഒരു സിസ്റ്റമാറ്റിക് ഒരു ഫ്ലോയ്ക്കും സ്ട്രക്ചറിനും എന്ത് അത്യാവശ്യം തന്നെയാണ്, ഒരു സ്ക്രിപ്റ്റ് അത്യാവശ്യമാണ്. ഇനി ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോസ്, ഇനി ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇപ്പം ന്യൂസ് ഒക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മുൻകൂട്ടി ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഒന്ന് റിഹേഴ്സലൊക്കെ തന്നെ ചെയ്തിരിക്കണം. സെമി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കേസ് വരുമ്പോൾ ഓപ്പൺ എൻഡ് ആൻസർ ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫോൺ കോൺവെർസേഷൻ ആണെങ്കിലും ഡിസ്കഷൻ ആണെങ്കിലും ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് തറോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സബ്ജക്ട് ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ പെട്ടെന്നുള്ള അയാളുടെ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂയുടെ റിപ്ലൈക്ക് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ഒരു കീ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്, റേഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ.
ലിമിറ്റഡ് ആണ്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം, ഷോർട്ട് ആയിട്ടുള്ള വെരി കൺസൈസ് ആയിട്ടുള്ള സെന്റൻസസ് ആയിരിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം കൺവേയും ആയിരിക്കണം. ഒരു ലൈനിന്റെ അകത്ത് ഒരു ഐഡിയ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. പിന്നെ ഒരിക്കലും 11.1320 അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. എപ്പോഴും ഒരു റൗണ്ട് ചെയ്ത ഫിഗേഴ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. എപ്പോഴും ഒരു പ്രസന്റ് ടെൻസും ആക്റ്റീവ് വോയിസിലും വേണം സംസാരിക്കാൻ. അപ്പൊ മേജർ ആയിട്ടുള്ള ഒരു കീ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം, ഷോർട്ടഡ് ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കണം, ഒരു ഐഡിയ ഒരു ലൈനിൽ പറ്റുള്ളൂ, റൗണ്ട് ഫിഗേഴ്സ് വേണം ഉപയോഗിക്കാൻ, പ്രസന്റ് ടെൻസ് ആൻഡ് ദ ആക്റ്റീവ് വോയിസ്. പിന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? കൊഹറന്റ് ആയിരിക്കും, എൻഗേജിംഗ് ആയിരിക്കും, കൺസൈസ് ആയിരിക്കും. ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി വാട്ട് ആർ സ്ട്രെങ്ത് ആൻഡ് ദ വീക്ക്നെസ് ഓഫ് എ റേഡിയോ? മീഡിയക്ക് എന്ന് പറയുമ്പോൾ എല്ലാ മീഡിയയ്ക്കും സ്ട്രെങ്തും ഉണ്ട് വീക്ക്നെസ്സും ഉണ്ടല്ലേ? ചില സമയത്ത് സ്ട്രെങ്ത് തന്നെയാണ് എൻ്റെ വീക്ക്നെസ്സുമായിട്ട് വരിക. അപ്പം ഇതിനകത്ത് മേജർ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരുപാട് എല്ലാ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. ലിറ്ററസി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരത്തില്ല. എല്ലാ ഓഡിയൻസിലേക്കും എത്തിക്കാനും വായിക്കാനും അറിയാനും അറിയാത്ത ലിറ്ററേച്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് റേഡിയോ എന്ന് പറയുന്നത് എൻറ്റയർ പോപ്പുലേഷനെ റീച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുവാണെങ്കിൽ 92% എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോ റീച്ച് ചെയ്യുന്നുണ്ട്. അതിപ്പോ അർബൻ ആണെങ്കിലും റൂറൽ ഏരിയാസ് ആണെങ്കിലും റേഡിയോയ്ക്ക് എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരു യൂണിവേഴ്സൽ കവറേജ് ആണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ്, മൊബൈൽ മീഡിയം ആണല്ലേ, പോർട്ടബിൾ ആണ്, കൺവീനിയന്റ് ആണ്, നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. നമുക്കൊരു വൈഫൈ കണക്ഷന്റെ ആവശ്യം നമുക്കില്ല, സാറ്റലൈറ്റ് വേണ്ട. അപ്പൊ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു കൺവീനിയന്റ് ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും വോക്ക് ചെയ്യുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കേട്ടോണ്ട് ചെയ്യാൻ പറ്റും. ഇനി എല്ലാ ഇലക്ട്രസി ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വായിക്കാൻ അറിയാത്തവർക്കും എഴുതാൻ അറിയാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്വിക്ക് മീഡിയം ആണ്, പെട്ടെന്നുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നമുക്ക് തരും. ടെലിവിഷനേക്കാളും ഓഫൺ ഫാസ്റ്റർ ആണ് റേഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹോട്ട് മീഡിയം ആണ്, നമുക്ക് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? റേഡിയോ സഹായിക്കുന്നുണ്ട്. ലോവർ കോസ്റ്റ് ആൻഡ് അഫോർഡബിലിറ്റി ആണ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അത് വാങ്ങി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒരു ഓഡിയോ മീഡിയം തന്നെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കാശ് ചെലവ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് അഡ്വാൻറ്റേജ് എന്തിനുണ്ട്? റേഡിയോയ്ക്കുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അവെയിൽ ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാസ്റ്റ് റീഡേഴ്സിന് പോലും പെട്ടെന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് റേഡിയോ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് എന്ത് വീക്ക്നെസ് ആയിട്ട് മാറുന്നത്. പിന്നെ ഒരു സപ്ലിമെന്ററി മീഡിയം കൂടിയാണ് അല്ലെ റേഡിയോ എന്ന് പറയുന്നത്. എന്താണ് ബാക്കിയുള്ള ഇപ്പം നമ്മുടെ ടി വിയിൽ സ്പോർട്സ് കാണുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഡിയോയിലും കമന്ററീസ് ഒക്കെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് റേഡിയോയിൽ റിലേ ചെയ്യാൻ പറ്റും, കാരണം ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ. ഇനി വിഷ്വലി വീക്ക്നെസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? വിഷ്വൽ സപ്പോർട്ട് ഇല്ല, പ്യുവർലി ബേസ്ഡ് ഓൺ സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ അറ്റൻഷനും അല്ലെങ്കിൽ അത് കേട്ടിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഇൻകംപ്ലീറ്റ് മെസ്സേജ് റിസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചാനൽ സർഫിംഗ് ആയതുകൊണ്ട് തന്നെ ചില സമയത്ത് എന്താണ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ചില സമയത്ത് നമുക്ക് ബാക്ക് അടിച്ച് കേൾക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ റീ കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ മിസ് ചെയ്യപ്പെട്ടേക്കാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇല്ല അല്ലെ, ആവശ്യമായിട്ടുള്ളത് ഭയങ്കര കൺസൈസ് ആയിട്ടാണ് തരുന്നത്. അപ്പം നമുക്ക് ഫീച്ചേഴ്സും ഡോക്യുമെന്ററി ഓപ്ഷൻസ് ഒന്നും വരത്തില്ല. അപ്പം ലോങ്ങർ സ്റ്റോറീസ് ഒന്നും തന്നെ കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ടു വേ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമ്മൾ കേട്ടിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം ടെക്നിക്കൽ ഏരിയാസ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സോ ഡെമോൺസ്ട്രേഷൻസ്, ഗ്രാഫ്, ചാർട്ട്, ഇതൊന്നും തന്നെ നമുക്ക് റേഡിയോയിലൂടെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം അതിനൊക്കെ എന്ത് വേണം? വിഷ്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷന്റെ ആവശ്യമുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. ലിസണേഴ്സിന് ഒരിക്കലും റീവിസിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് മറന്നു പോകാം. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി അപ്പം സ്ട്രെങ്തും വീക്ക്നെസ്സും എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു പ്രോപ്പർ ഏരിയ കൂടിയാണ്. ഒന്ന് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലുക്കിംഗ് അറ്റ് ദ ഫ്യൂച്ചർ. റേഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്ത് വരുവാണ്. പണ്ട് മിലിറ്ററിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ ഇന്ന് ഇവോൾവ് ആയി പല ഫീൽഡിലും നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരെ നമ്മൾ കാറിൽ FM കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പണ്ട് കാലങ്ങളിൽ AM ഫോം ആയിരുന്നു. ഇപ്പോഴത്തെ റേഡിയോസ് എല്ലാം തന്നെ നമ്മൾ FM എന്നാണ് പറയുന്നത് അല്ലെ. പണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ
മോഡുലേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊബൈൽ ബേസ്ഡ് റിസപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ഇന്നോവേഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ഓവർകം ചെയ്ത് വരുന്നുണ്ട്. അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസിലൂടെയും ലെസർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ലെസർ ഇഷ്യൂസ് മാത്രമേ ഇപ്പം വരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഹൈ വേവ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീക്വൻസി മോഡുലേഷൻസും വേവും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് വേവുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ്, ഈ ഒരു അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റ് ഡിസ്റ്റോർട്ട് ഒന്നും ആയി പോകുന്നില്ല. ഇനി ന്യൂവർ പ്ലാറ്റ്ഫോംസ് ഓഫ് റേഡിയോ, ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്ത ട്രാൻസിറ്റർ റേഡിയോസിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് ആൾക്കാർ റേഡിയോ കേൾക്കുന്ന എന്താണ്, കുറച്ചുകൂടെ ഓഡിയോ സിസ്റ്റത്തിനും മ്യൂസിക്കിനും എന്റർടൈൻമെന്റിനും കൂടിയാണ് അല്ലെ. അപ്പൊ പണ്ടുള്ള സാറ്റലൈറ്റ് റേഡിയോയും ഡയറക്ട് ടു ഹോം ബ്രോഡ്കാസ്റ്റിംഗും ഒക്കെ ഇപ്പൊ നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യുകയും ഓൾ ഇന്ത്യ റേഡിയോ എന്താണ്, ദൂരദർശനും DTH പ്ലാറ്റ്ഫോമും ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിപ്പം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. പിന്നെ മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഇന്റർനെറ്റ് റേഡിയോ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഫോണിലൂടെ മൊബൈൽ ആപ്സിലൂടെ ഒക്കെ തന്നെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് റേഡിയോ കേൾക്കാൻ പറ്റും. അതുപോലെ പോഡ്കാസ്റ്റിംഗും ഓഡിയോ ഓൺ ഡിമാൻഡും വന്നു. ഇപ്പൊ സ്പോട്ടിഫൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് അതിനകത്തൊക്കെ പോഡ്കാസ്റ്റുകളായിട്ട് ഇപ്പൊ റേഡിയോ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെ എന്തുകൊണ്ടാണ്, അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലൂടെ വന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെക്സ്റ്റിലൂടെയൊക്കെ അക്കമ്പനി ചെയ്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ഇന്ന് എന്തിനു വരുന്നുണ്ട്, ഓഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഇവല്യൂഷൻ തന്നെയാണ് എന്താ റേഡിയോയിലെ അന്നും ഇന്നും എന്ത് ചെയ്യുന്നത്, നമ്മൾ അടുത്ത് നിർത്തുന്നത്. അപ്പം പണ്ട് കാലത്ത് ജസ്റ്റ് ഒരു വോയിസ് ഓൺലി ആയിട്ട് വന്ന സാധനം ഇന്ന് ഡിജിറ്റൽ ആയിട്ടും കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പല രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകളും വന്നിട്ടാണ് റേഡിയോ ഇന്നത്തെ രീതിയിലേക്ക് ഇവോൾവ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചേഞ്ചിങ് ഓഡിയൻസ് പ്രൊഫൈൽ. ഇപ്പൊ 1920s നോക്കുവാണെങ്കിൽ റേഡിയോ എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒരു മിലിറ്ററി ഇൻഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നാഷണൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രൊപ്പഗൻഡാസിനെ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അല്ലെ. അവിടെ നിന്ന് ഇന്ന് നമ്മളൊരു എന്റർടൈൻമെന്റ് ഫോമാൻ കൂടെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇനിഷ്യലി റേഡിയോ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇന്ന് റെസ്പെക്റ്റീവ് ഓഫ് എനിവൺ, അർബൻ ആണെങ്കിലും റൂറൽ ആണെങ്കിലും എല്ലാവർക്കും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം ഗവൺമെന്റ് ഓവർടേക്കൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ വന്നപ്പോഴത്തേക്ക് മീഡിയ കുറച്ചുകൂടെ പോർട്ടബിൾ ആയി, നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ട് നടക്കാനും ക്യാരി ചെയ്യാനും ഒക്കെ തന്നെ പറ്റാൻ തുടങ്ങി. പിന്നെ ലൈസൻസ് എടുത്ത് കളഞ്ഞതോടുകൂടി കുറച്ചുകൂടെ ഡെമോക്രാറ്റൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ട്രൂ മീഡിയം ഫോർ ദ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ മീഡിയ അല്ലെങ്കിൽ റേഡിയോ എൻഹാൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് എഫ് എംസ് എന്നുണ്ട്. റേഡിയോ മാംഗോയും മിർച്ചിയും അങ്ങനെ കുറെ FM ചാനൽസ് എന്നുണ്ട്. അതും ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഒരു യൂത്തിനും അല്ലെങ്കിൽ കിഡ്സിനും ഒന്നും അത്രത്തോളം താല്പര്യം റേഡിയോയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വരുമ്പോഴത്തേക്ക് യങ് ജനറേഷനെയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ പ്രൈവറ്റ് FMകൾ വരുമ്പോഴത്തേക്ക് മോഡേൺ ടേസ്റ്റിനും മോഡേൺ ഓഡിയൻസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിന്റെ അഡ്വാൻസ്മെന്റിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇൻക്രീസിങ് ഇന്ററാക്ടിവിറ്റി. മോഡേൺ റേഡിയോ എന്ന് പറയുന്നത് ഒരുപാട് രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇന്ററാക്ടിവിറ്റിയും കൂടിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് വിളിച്ച് ഫോൺ ടു ഫോൺ കോൺവെർസേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അവർ പറയുന്ന ടോൾ ഫ്രീ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഓഡിയൻസിനും ഇന്ററാക്ട് ചെയ്യാനും ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓരോ പ്രോഗ്രാംസിൽ പങ്കെടുക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ വലിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് റേഡിയോസ് എന്താണെന്ന് തുടങ്ങി ഇപ്പം എസെൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റും ടൈമും ബാറ്ററി സ്റ്റേറ്റസും ഒക്കെ തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റ് മെസ്സേജിങ്, മോഡേൺ റേഡിയോസ് ഒക്കെ തന്നെ നമുക്ക് ഓഡിയോയും ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനും കൂടെ കമ്പൈൻഡ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വിഷ്വലി ഇമ്പയർഡ് ഓഡിയോ കേൾക്കാൻ പറ്റാത്തവർക്കൊക്കെ തന്നെ അത് എഫക്റ്റീവ് ആണ്. പിന്നെ ഫോൺ ഇൻ പ്രോഗ്രാംസ് വന്നു, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ഇൻ പ്രോഗ്രാമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസണേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇന്നുണ്ട്. അപ്പോൾ ഒരു വൺ വേ ബ്രോഡ്കാസ്റ്റ് മീഡിയത്തിൽ നിന്ന് എന്താണ് ഒരു മോർ പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ഫോം ഓഫ് മീഡിയം ആയിട്ട് ഇന്ന് റേഡിയോ ഇവോൾവ് ചെയ്ത് അന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ഓഫ് റേഡിയോ ചോദിക്കാം, പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാം, ഇപ്പൊ ഇന്ററാക്ടിവിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ ഓഡിയോ പ്രൊഫൈലിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇതോടെ യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.